എൻ്റെ ജീവിതം വളരെ ദുർഘടം പിടിച്ചു വന്നായിരുന്നു. എന്നും അസ്വസ്ഥതകളായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതേതെങ്കിലും ഒരു വർഗത്തിൻ്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ ഒന്നും ആക്കരുത്. നാട്ടുകാരുടെ സമരമാക്കണമെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു കൂട്ടണം. ഞാൻ കാണുന്ന വികസന സങ്കല്പം വളരെ എളിയതാണ്. കാരണം അന്നം, വെള്ളം, പ്രാണവായു ഇത് മൂന്നും കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഏത് വികസനവും. ഈ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ദുഃഖം അറിയാവൂ, പുരുഷന്മാർക്ക് മനസ്സിലാവില്ല. ഓരോ വീട്ടിലെ പെണ്ണുങ്ങളും എത്രയോ പേര് വന്ന് എൻ്റെ മുമ്പിൽ സങ്കടം പറയാറുണ്ട്. ഈ വയലൻസും സെക്സും കൂടെ യോജിപ്പിച്ചാണ് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാണുന്നത്. അതിൻ്റെ അടിമകളാണ് ഇപ്പോൾ ചെറുപ്പക്കാർ മിക്കവാറും. ഭരണഭാഷ മലയാളമാണ്, എല്ലാ സ്കൂളിലും മലയാളം നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മാനസികമായിട്ടൊരു അടിമത്തമുണ്ട് ഇംഗ്ലീഷിനോട്. ഗാന്ധിജിയെ പോലുള്ള ഒരാളെ ഹൃദയത്തിൻ്റെ നടുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേടെന്ന് എനിക്ക് തോന്നുന്നു. ഭൂമിയോട് നന്ദി, വെയിലിനോട് നന്ദി, തണലിനോട് നന്ദി, കേട്ട കിളിപ്പാട്ടിനോട് നന്ദി. അന്നം, വെള്ളം, പ്രാണവായു ഇത് മൂന്നും കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഏത് വികസനവും. കവിതയ്ക്ക് എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുക? എത്രയോ ഇനി പറയാനുണ്ട്, എഴുതാനുണ്ട്, പാടാനുണ്ട്. കാലം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു വിധി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. മതി എന്ന് പറയുമ്പോൾ നിർത്തി. ഇപ്പോഴത്തെ കവിതയ്ക്ക് വളരെ പരുക്കനാണ്. ജീവിതം പരുക്കനായി മാറിയിരിക്കുന്നു. ഭൂമിയോട് നന്ദി, വെയിലിനോട് നന്ദി, തണലിനോട് നന്ദി, കേട്ട കിളിപ്പാട്ടിനോട് നന്ദി, വഴിയിലെ കിണറിനോട് നന്ദി. ഒരു ചിരിയുടെ പ്രകാശമെങ്കിലും ഈ കരയുന്ന മനുഷ്യർക്കുണ്ടാക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ടീച്ചറുടെ ജീവിതം. അതൊരു കവിയുടെ ജീവിതമാണ്, മരത്തിന് കാവൽ നിന്ന ഒരാളുടെ ജീവിതമാണ്, ഒരു പ്രകൃതിപക്ഷ സ്ത്രീപക്ഷ ജീവിതമാണ്. ഒപ്പം കേരളത്തിൻ്റെ പ്രകൃതി സൗഹൃദമായ വികസനത്തിന് തൻ്റേതായ അഭിപ്രായങ്ങളും ആശയങ്ങളും മുൻവച്ച ഒരു ഗാന്ധിയൻ പൊതുപ്രവർത്തകയുടെ ജീവിതം കൂടിയാണ്. സെൻട്രൽ ഹാളിൻ്റെ ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറിനോടാണ്. വ്യത്യസ്തമായ ഒരുപാട് സമരാനുഭവങ്ങളുള്ള ഒരാളാണ് ടീച്ചർ. ആ സമരങ്ങൾ മിക്കവാറും ഭാവി കേരളത്തിൻ്റെ കാവലാവുന്ന പ്രകൃതിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ആറന്മുള സമരത്തിൻ്റെ ആ സമരം രൂപപ്പെട്ടതും അതിൽ ടീച്ചർ മുൻനിന്ന് നയിച്ചതും അതവസാനം ഇതൊക്കെയാണെങ്കിലും ആ എയർപോർട്ട് അവിടെ നിന്ന് പോയതും അവിടുത്തെ കൃഷി കുറച്ച് വീണ്ടെടുക്കാൻ കഴിഞ്ഞതും ടീച്ചറുടെ മനസ്സിൽ എത്രത്തോളമാണ് ആഹ്ലാദം അതിൽ രൂപപ്പെട്ടിട്ടുള്ളത്. എൻ്റെ മനസ്സിലെ നല്ല ഓർമ്മകളിലൊന്നാണ് ആറന്മുള സമരം. ആറന്മുള എൻ്റെ നാട്, എൻ്റെ പെറ്റമ്മയുടെ നാട് എന്നുള്ളതിനപ്പുറം ഒരു മാനസികമായ ബന്ധം ആ സ്ഥലവുമായിട്ടുണ്ട്. എതിർച്ചയോ എനിക്ക് ആറന്മുള അമ്പലത്തിൽ തൊഴാൻ പോയപ്പോഴാണ് ഈ എയർപോർട്ട് വരുന്നതെന്നും വയലുകൾ മുഴുവൻ നശിക്കാൻ പോകണമെന്നും അവിടെ വലിയ സിറ്റിയാക്കാൻ പോകണമെന്നും വലിയ ഹോട്ടലുകൾ വരുന്നു എന്നും ഒക്കെ കേട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനിവിടെ എതിർപ്പൊന്നുമില്ലേ? കുറച്ച് കൃഷിക്കാരൊക്കെ ഉണ്ട് എതിർപ്പ്. അവർ എന്നെ കാണാൻ വന്നു. ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ശക്തമായിട്ട് സമരം ചെയ്യണം, അതിനാരുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. ഞാൻ പറഞ്ഞു, എല്ലാ പാർട്ടിക്കാരെയും കൂട്ടണം, ഇതേതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല. അവിടെ അപ്പോൾ ഈ അമ്പലം സംരക്ഷണ സമിതി തുടങ്ങിയ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതേതെങ്കിലും ഒരു വർഗത്തിൻ്റെയോ ജാതിയുടെയോ പാർട്ടിയുടെയോ ഒന്നും ആക്കരുത്. നാട്ടുകാരുടെ സമരമാക്കണമെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു കൂട്ടണം. അത് ഞങ്ങൾ വിളിച്ചാൽ മറ്റാരും വരുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ പേരെ വിളിക്കൂ. അങ്ങനെ എല്ലാവരെയും വിളിച്ചപ്പോൾ എല്ലാവരും വന്നു. എനിക്ക് അത്ഭുതമായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ സർപ്പക്കാവിൻ്റെ ഒരു വശമൊക്കെ ഒന്ന് ചവറ് കയറി കിടന്നൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി നാട്ടുകാർ തന്നെയൊക്കെ ശരിയാക്കി കുറേ കസേരയൊക്കെ കൊണ്ടിട്ട് നമ്മളൊക്കെ കൂടെ അവിടെ ഇരുന്നു.
ഉണ്ടായിരുന്നില്ലേ, മുല്ലക്കര ഉണ്ടായിരുന്നു, നമ്മളെ കൂടെ അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വിജയം. നാടിന് വേണ്ടി, നാട്ടിലെ നമ്മുടെ കൃഷിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചു നിന്നത്. എനിക്കതിൽ ഒരുപാട് ധന്യതയുണ്ട്. അതിന് മുമ്പും അങ്ങനെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. ടീച്ചർ കാണുന്ന വികസന സങ്കല്പം എന്താണ് കേരളത്തിൻ്റെ? ഞാൻ കാണുന്ന വികസന സങ്കല്പം വളരെ എളിയതാണ്. എളിയതെന്ന് വെച്ചാൽ വളരെ ബൃഹത്വമാണ്. കാരണം അന്നം, വെള്ളം, പ്രാണവായു ഇത് മൂന്നും കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി ഏത് വികസനവും ഈ വലിയ വലിയ നിർമ്മിതികളും വലിയ ഇൻഡസ്ട്രീസും വലിയ കെട്ടിടങ്ങളും വലിയ പ്രതാപങ്ങളും ഈ ആഡംബരവും പ്രൗഢിയും ഒന്നും കൊണ്ടും ഈ മൂന്ന് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. സാധാരണക്കാരൻ്റെ ഏത് വൻപണക്കാരനായാലും ഏത് തീരെ പാവപ്പെട്ടവനായാലും ഇത്തിരി അന്നവും വെള്ളവും അത്യാവശ്യമാണ്. മാത്രമല്ല എനിക്ക് വേറൊരു വലിയ സങ്കടമുള്ള കൃഷിക്ക് അതിന് വേണ്ട പ്രാധാന്യം നൽകുന്നില്ല. കൃഷി വേണ്ട. ഇപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ ചെറുപ്പക്കാരൊന്നും കൃഷിയിലേക്ക് തിരിയില്ല. കൃഷിക്ക് സർക്കാർ ഒരുപാട് പ്രാധാന്യം നൽകുകയും അതുപോലെ പ്രോത്സാഹനം നൽകുകയും അതിനെ വലിയ തോതിൽ പരിപോഷിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തിരി അന്നം വേണ്ടേ, വെള്ളം വേണ്ടേ, ഇതെല്ലാം ഒന്നിച്ചു കിട്ടുന്നതല്ലേ കൃഷി. അതിനൊന്നുള്ള ഒരു മനസ്സ് വരുന്നില്ല. എന്താണ് വികസനം? അത് വലിയ മെട്രോകളും പിന്നെ എന്താണ് അദാനിയുടെ വക വലിയ വലിയ പദ്ധതികളും കടലിൽ കല്ലിടലും പശ്ചിമഘട്ടം മുഴുവനും ഇടിച്ചു പൊടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ലോറി കയറ്റി കൊണ്ടുവന്ന് കടലിലിട്ട് വലിയ പോർട്ടുകൾ ഉണ്ടാക്കലും ഇതൊക്കെയാണ് വികസനമെന്ന് എൻ്റെ എളിയ ബുദ്ധി സമ്മതിക്കുന്നില്ല. റോഡുകൾ, വലിയ കെട്ടിടങ്ങളൊക്കെ വേണ്ടാന്നാണോ? ആവശ്യത്തിന് വേണം, ആവശ്യത്തിന് വേണ്ട, അനാവശ്യത്തിന് വേണ്ട. ഗാന്ധിജി പറഞ്ഞ പോലെ ഇനഫ് ഫോർ എവരി വൺസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവരി വൺസ് ഗ്രീഡ്സ്. അപ്പോൾ ഇത് കോൺട്രാക്ടറുടെയും എഞ്ചിനീയറുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒന്നും മാത്രം ആവശ്യമാണ്. ഒരു നാട്ടുകാർക്ക് അത്യാവശ്യമുള്ളത് പരിസ്ഥിതിക്ക് ആഘാതം വരാത്ത വിധത്തിൽ നിർവഹിക്കണം. ടീച്ചറുടെ ജീവിതത്തെക്കുറിച്ച് ടീച്ചറുടെ അഭിപ്രായം എന്താ? എൻ്റെ ജീവിതം വളരെ ദുർഘടം പിടിച്ച ഒന്നായിരുന്നു. എന്നും അസ്വസ്ഥതകളായിരുന്നു. കുടുംബജീവിതത്തെപ്പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്. കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങളല്ല, എനിക്കൊരുപാട് രോഗങ്ങൾ വന്നു. ഓപ്പറേഷനും പുറകെ ഓപ്പറേഷൻ, ഇങ്ങനെ ഒരുപാട് കാലം അനാരോഗ്യം എന്നെ വളരെ അലട്ടി. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. കുറേ കാലം ഡൽഹി ജീവിതം, പിന്നെ ഇവിടെ, പിന്നെയും ഡൽഹി, പിന്നെ ഇവിടെ, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി. കൂടെയുള്ളയാളുടെ ആ വലിയ സന്മനസ്സ് കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ പിടിച്ചു നിന്നു. ഒക്കെ അങ്ങ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾ എന്ന് പറയുന്നതിലധികം പരാജയങ്ങളാണ്. ഉദാഹരണം, മദ്യം ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു. മദ്യത്തിൻ്റെ ഈ അമിതോപഭോഗം കേരളത്തിലെ ഒന്ന് കുറയ്ക്കണമെന്നെങ്കിലും, നിർത്താൻ നോക്കൂല എന്നറിയാം, എങ്കിലും ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിച്ചു. നമ്മൾ ശ്രമിക്കുന്നതിന് രക്തബീജൻ എന്ന രാക്ഷസനെ പറ്റി പുരാണങ്ങളിലുണ്ട്, ദേവി ഭാഗവതത്തിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്ന് 100 പേര് ഉയർത്തെണീക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരിടം പൂട്ടാൻ സാധിച്ചാൽ 10 പിന്നെ പുതിയ ബാറുകൾ തുറക്കും എന്നുള്ള രീതിയിൽ മദ്യോപഭോഗം വർദ്ധിച്ച് കേരളം മദ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് അതിൻ്റെ ദുഃഖം അറിയാവൂ, പുരുഷന്മാർക്ക് മനസ്സിലാവില്ല. ഓരോ വീട്ടിലെ പെണ്ണുങ്ങളും എത്രയോ പേര് വന്ന് എൻ്റെ മുമ്പിൽ സങ്കടം പറയാറുണ്ട്. ഒരു ഫലവുമില്ല. എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ആ പ്രശ്നങ്ങൾ. ഒന്നും നിവൃത്തിയില്ല. നശിപ്പിക്കുക, സ്വയം നശിപ്പിക്കുക, വല്ലതും ഉള്ളതും നശിപ്പിക്കുക, അതാണ് മദ്യം. അതുകൊണ്ട് ഒരുപാട് പേര് വൻ കോടീശ്വരന്മാരാകുന്നു. നമ്മുടെ ജീവിതം ആധുനികകാല ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ നമുക്ക് പ്രകൃതിയോട് ചില തരത്തിലുള്ള ക്രമീകരണങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. അങ്ങനെ വിധേയമാകേണ്ടി വരുമ്പോഴും നമുക്ക് പ്രകൃതിയെ പരമാവധി സംരക്ഷിക്കേണ്ടി വരും. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള
ചിന്ത രൂപപ്പെടുന്നതിനാവശ്യമായ ഒരു സമ്മിറ്റ് പോലെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മുല്ലക്കരി അതിന് നിങ്ങളൊക്കെ കൊടുക്കൂ നേതൃത്വം. അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കൂ. എനിക്ക് എൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, മതി എന്ന് ഏറ്റവും വലിയ ശക്തമായ ഒരു നിയമമുണ്ടല്ലോ, പ്രകൃതി നിയമം. മതി എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവർ അത് അനുസരിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഇനി ഇതൊക്കെ കൂട്ടായ്മ ഉണ്ടാക്കാനും ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാനും ഒന്നും ഉള്ള ആരോഗ്യം മനസ്സിനും ശരീരത്തിനും ഇപ്പോഴില്ല. അതുകൊണ്ട് മുല്ലക്കരയെ പോലുള്ളവർ നേതൃത്വം കൊടുത്ത് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ആലോചനകൾ നടത്തി എന്തെങ്കിലും അവരെ എനിക്ക് മലയാളിയെപ്പറ്റി യാതൊരു വിശ്വാസവുമില്ല. സത്യം പറയാം, വിശ്വാസമില്ല. ഒരുപാട് അഹങ്കാരവും സ്വാർത്ഥതയുണ്ട്. അവന് എത്ര കിട്ടിയാലും പോരാ 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 എന്ന് വിചാരിക്കുന്ന ഒരു ജാതിയാണ് മലയാളി. ബാക്കി എല്ലാത്തിനെ പറ്റി ഒരു പുച്ഛവും കൂടെയുണ്ട്, ഒരു സർവ്വപുച്ഛത്തിൻ്റെയും കൂടെ ഒരു മുഖമുണ്ട് മലയാളിക്ക്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും ഏറ്റവും പ്രധാനം പണമാണ് നമുക്ക്. പണവും സുഖവും അതിൻ്റെ സൗകര്യങ്ങളും താടിയും മോടിയും എല്ലാമാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ള മലയാളിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്നറിയില്ല. പക്ഷേ സർക്കാരുകൾക്ക് നേതാക്കന്മാർക്ക് അതിനുള്ള ബോധമുണ്ടാവണം. അവരെ അത് ബോധമുണ്ടാക്കിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ളവരുടെ ചുമതലയാണ്. ടീച്ചറെ, ഒരു പ്രശ്നമുള്ളത് ആധുനിക കാലത്ത് കേരളത്തിന് ഈ ദോഷങ്ങളുണ്ട്, പക്ഷേ കേരളത്തിൻ്റേതായ ഗുണങ്ങളുമുണ്ട് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്, ഈ കേരളത്തിൽ ചങ്ങമ്പുഴയാണെങ്കിലും അതിന് മുമ്പുള്ളവരാണെങ്കിലും അതിന് ശേഷമുള്ളവരാണെങ്കിലും ഈ പ്രണയത്തെക്കുറിച്ച് മഹത്തായ ഒരു സന്ദേശം കൊടുത്ത നാടാണ് കേരളം. പക്ഷേ ഈ പ്രണയത്തിൽ പലരും ആൺകുട്ടികൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ തീ കത്തിച്ച് കൊല്ലുകയാണ്, കുത്തിക്കൊല്ലുകയാണ്, തള്ളിയിട്ട് കൊല്ലുകയാണ്. സ്ത്രീകൾ ഇന്ന് ഈ ആക്രമണത്തിന്, പ്രണയമെന്ന പേരിൽ നടക്കുന്ന ഈ പേക്കൂത്തിന് ഇങ്ങനെ വിധേയമാകുന്നതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് ടീച്ചർ പറയാൻ ശ്രമിക്കുന്നു? ഇപ്പോഴുള്ള ഈ കൃത്രിമമായ ഒരുപാട് മനുഷ്യരെ ഈ ആവേശം കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന, മതിപ്പിക്കുന്ന വിധത്തിലുള്ള ഈ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴേ സെക്സ് ആൻഡ് വയലൻസ് അത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരുപാട് പ്രേരണകൾ അവർക്കുണ്ട്. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കേൾക്കാനും വേണ്ട. ഈ വയലൻസും സെക്സും കൂടെ യോജിപ്പിച്ചാണ് ഇൻ്റർനെറ്റിൽ ഒരുപാട് കാണുന്നത്. അതിൻ്റെ അടിമകളാണ് ഇപ്പോൾ ചെറുപ്പക്കാർ മിക്കവാറും. അതിന് എന്താ മാർഗമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ, എനിക്കതിന് ഉത്തരമില്ല. പെണ്ണുങ്ങൾ അവനവൻ്റെ തൻ്റെ ഇടം വീണ്ടെടുത്ത് ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ കാലുറപ്പിച്ച് നിൽക്കാനുള്ള ശരീരത്തിനും മനസ്സിനും ബലമുണ്ടാകട്ടെ, ബുദ്ധി കുറച്ചുകൂടെ തെളിയട്ടെ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതല്ല പ്രേമമെന്ന് വെച്ചാൽ ഇതല്ല. ഇതിപ്പോൾ ഒരു മതമാണ്. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ച കൂടെ നിർത്തുന്നെന്ന് ആഗ്രഹിച്ച ഒരു പെണ്ണുണ്ട്. അത് പറ്റുന്നില്ല, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകും എന്ന് കാണുമ്പോൾ മട്ടുമാറുകയാണ്. പിന്നെ വയലൻസിലേക്ക് പോവുകയാണ്. ആ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നെ അടിച്ച് തകർക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊരു വിചാരമില്ല. ഇത് എന്താ മാർഗമെന്ന് ചോദിച്ചാൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ കുറയ്ക്കണമെന്നോ ഇൻ്റർനെറ്റിൻ്റെ ആധിപത്യം കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. എങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ടീച്ചർ, എത്രത്തോളം അല്ലെങ്കിലും പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹമല്ലേ കേരളം? ടീച്ചറിന്റെ അനുഭവത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചാണല്ലോ. എത്രത്തോളം പുരുഷാധിപത്യം നമ്മുടെ ഈ വരുന്നവർ മുഴുവനും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ഈ ഒറ്റ കാര്യമാണ്. ദേഹോപദ്രവം ചെയ്യുക, മാനസികമായിട്ട് പീഡിപ്പിക്കുക, സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, ഇത് മൂന്നും. പിന്നെ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരിക. പ്രധാന മദ്യപാനമാണ് പറയുന്നത്. ഇപ്പോൾ മദ്യം എന്ന് പറയുന്നതിൻ്റെ കൂടെ മയക്കുമരുന്നുകൾ, കഞ്ചാവും അതിനെപ്പറ്റിയൊക്കെ കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വരിക.
ഫൈറ്റ് ബാക്ക് എന്നേ നമുക്ക് പറയാൻ നോക്കൂ. ടു ഫൈറ്റ് ബാക്ക്. അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി പോകാൻ നമ്മൾ സഹായിക്കും. അല്ലെങ്കിൽ യു ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. ഇല്ലേ കളഞ്ഞിട്ട് പോ. ഇതൊക്കെ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. സഹിച്ചുകൊണ്ട് കിടക്കാൻ പറയുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയവും സംസ്കാരവും ഏതാണ്ട് തുല്യ അളവിലാണ് കേരളത്തിൽ വളർന്നു വന്നത്. കവിത പാടാൻ അറിയാവുന്നവരെല്ലാം രാഷ്ട്രീയം കൂടെ പറഞ്ഞാണ് കടന്നു വന്നത്. ഇപ്പോൾ കവിതയും സംഗീതവും ഒക്കെ ആദ്യം ഉണ്ടായത് കേരളത്തിലെ സംഗീത കോളേജിലൊന്നും അല്ല എന്ന് ടീച്ചർക്കും അറിയാം. അത് കുട്ടനാടൻ വയലുകളിലും അവിടെ വെയിൽ കൊണ്ടുവന്ന മനുഷ്യൻ അറിയാതെ പാടിപ്പോയതാണ്. ഫേസ്ബുക്ക് അയക്കാൻ അല്ലെങ്കിൽ വായിക്കാനൊക്കെ അറിയാവുന്നവർ ധാരാളമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ മുഖം നോക്കി ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ, ഒരു ഫേസിൽ ഉള്ള ചിരി ആവുന്ന തരത്തിൽ വർത്തമാനം പറയാൻ അറിയാവുന്നവർ കുറവാണ്. എന്താണ് അതിനൊരു ഈ സാംസ്കാരിക മേഖല കൂടി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ പരിഹാരമായി ടീച്ചർക്ക് നിർദ്ദേശിക്കണം? ഒരു പരിഹാരവും ഞാൻ കാണുന്നില്ല. ഞാൻ പരിഹാരമൊന്നും കാണുന്നില്ല. ഒരു കാലഘട്ടത്തിൻ്റെ മുഖച്ഛായ മാറി മാറി വരുമ്പോൾ അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ കവിതയ്ക്ക് വളരെ വളരെ പരുക്കനാണ്. ജീവിതം പരുക്കനായി മാറിയിരിക്കുന്നു. ഈ ഭാഷയിൽ നിന്ന് ഇങ്ങനെ മാറിയത്, കവിതയിൽ നിന്ന് മാറുന്നതും നമ്മുടെ കഥകളിൽ നിന്ന് മാറുന്നതും നമ്മുടെ ജീവിത സംസ്കാരത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഗ്രാമീണ സ്വഭാവത്തിൽ നിന്നും മാറുന്നതിനുമൊക്കെ കാരണമായി എന്ന് ചില പഠനങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഭാഷയെ പരിപോഷിപ്പിക്കാൻ ഞാൻ പറയുന്നത് നമ്മുടെ സാംസ്കാരികവും ഭരണ പ്രവർത്തന മേഖലയും ഒക്കെ കൂടി കൂട്ടിച്ചേർന്ന് അതിനുവേണ്ടി ഒരു ശ്രമം നടത്തേണ്ടതല്ല. ആദ്യം ആലോചിക്കണം. സർക്കാരിന് താല്പര്യം വേണം. സർക്കാരിനെ താല്പര്യം ഉണ്ടാക്കാൻ ഇവിടുത്തെ എഴുത്തുകാരെല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ വേണം. എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ സമ്മർദ്ദം ചെലുത്തി വേണം സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ഭരണഭാഷ മലയാളമാണ്, എല്ലാ സ്കൂളിലും മലയാളം നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് മാനസികമായിട്ടൊരു അടിമത്തമുണ്ട് ഇംഗ്ലീഷിനോട്. അടിമത്തമാണത്. അത് മാറുന്ന ജാതിയല്ല നമ്മൾ. അതിനപ്പുറം ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. അതൊരു വിശ്വഭാഷയാണ്, പഠിക്കണം. അതേ സമയത്ത് മലയാളം പെറ്റമ്മേ മറന്നിട്ടുള്ള ഒരു ധിക്കാരമുണ്ടല്ലോ, അത് മലയാളിക്ക് അത് സ്വായത്തമായിട്ടുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ എഴുത്തുകാരാണ് അതിനെ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കൊണ്ട് അതിന് വേണ്ട നടപടികൾ എടുപ്പിക്കേണ്ടത്. അവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാവരും അവൻ്റെ ലോകത്തിലേക്ക് ചുരുങ്ങിയാൽ പറ്റില്ല. എല്ലാവരും ആക്ടിവിസ്റ്റുകളാവണമെന്നല്ല ഞാൻ പറയുന്നത്. അവനവൻ്റെ എഴുത്തിൻ്റെ ലോകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ, പൊതുകാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവം ഏതാണ്? എൻ്റെ സന്തോഷമുള്ള അനുഭവം സൈലൻറ്റ് വാലി. അതിനപ്പുറം എന്താ? ഇപ്പോഴും സൈലൻറ്റ് വാലി അതിൻ്റെ തണുപ്പും കുളിരും അതിൻ്റെ ഇരുളിമയും, അയ്യോ, അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തെ ആ ഉള്ളൊരു സ്വച്ഛവും സുന്ദരവും ശുദ്ധവുമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷവും, ഒരുപാട് കിളികളുടെ ശബ്ദവും കുരങ്ങന്മാരുടെ ശബ്ദവും, ആ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇരുട്ടും ഒരു തണുപ്പും എല്ലാം കൂടെ ഓർക്കുമ്പോൾ, കുന്തിപ്പുഴയുടെ കളകളവും എല്ലാം കൂടെ ഓർക്കുമ്പോൾ സാധിച്ചല്ലോ, നമുക്കത്രയും സാധിച്ചല്ലോ എന്നുള്ളൊരു വിചാരം. അതുപോലെ കൃഷ്ണവനം. ടീച്ചർ കൃഷ്ണവനത്തിൽ പോയി നിന്നിട്ട് എത്രയും ഭാഗ്യം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ഹെക്ടർ മൊട്ടക്കുന്ന് നല്ല കാടായിട്ട് ഇപ്പം നിൽക്കുക. അതിൽ നിന്ന് ചോല ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല എൻ്റെ ജീവിതത്തെ കാണാനൊക്കെ വന്ന്. ഈയിടെ ആരും ഒരു കാർട്ടൂൺ പോലെ ഒരു ബുക്കാക്കി അത് അയച്ചിരിക്കുന്നു. എനിക്ക് അതിശയം തോന്നി. മുഴുവൻ ചിത്രങ്ങളായിട്ട് ആ സംഭവം, കൃഷ്ണവനം എന്ന് പറയുന്നത്. എൻവിയുടെ പേരിലും കൃഷ്ണൻ്റെ പേരിലും NV കൃഷ്ണമാരുടെ പേരിലുമാണെന്ന് അത് തുടങ്ങിയത്. അന്ന് അതിലെ ആ വെള്ളം കോരി കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു സുഖമുണ്ടല്ലോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറുതല്ല വലുതാണതൊക്കെ. ആ വലിയ സന്തോഷങ്ങൾക്കപ്പുറം എനിക്കൊന്നും വേറെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. ഒരു ചോദ്യം ടീച്ചറോടുള്ളത്, ടീച്ചർ എപ്പോഴും വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ ടീച്ചറെ നയിക്കുന്ന ഒരു മഹത്തായ വിളക്കായി ഗാന്ധിയുടെ ജീവിതത്തെ ടീച്ചർ പറയുന്നുണ്ട്. ലോകം ഗാന്ധിയുടെ വഴി സ്വീകരിക്കുമ്പോൾ ഇന്ത്യ സ്വീകരിക്കാത്തതിനെക്കുറിച്ച് ടീച്ചർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ?
ഇന്ത്യക്ക് ഒരുപാട് ഭാഗ്യക്കേടുണ്ട്. ഗാന്ധിജിയെ പോലുള്ള ഒരാളെ ഹൃദയത്തിൻ്റെ നടുക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യക്കേടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം എല്ലാറ്റിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോൾ അഹിംസയെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല, എളിമ എന്നൊരു വാക്ക് പറഞ്ഞു. എളിമ എന്നുള്ളത് ഈ ധൂർത്തും ഈ അഹങ്കാരവും ഈ പ്രൗഢികളും ആഡംബരങ്ങളും എല്ലാം മാറ്റി എളിമയോടെ ജീവിക്കാൻ പറഞ്ഞതാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തത്വം എളിമയോടെ ജീവിക്കുക, ഇല്ലെങ്കിൽ ഭൂമിക്ക് മനുഷ്യൻ്റെ ഭാരം താങ്ങാനാവില്ല. ലോകത്തോട് നന്ദി പറയുന്ന ഒരു കവിതയുണ്ട്. ഭൂമിയോട് നന്ദി, വെയിലിനോട് നന്ദി, തണലിനോട് നന്ദി, കേട്ട കിളിപ്പാട്ടിനോട് നന്ദി, വഴിയിലെ കിണറിനോട് നന്ദി, ഇങ്ങനെ പറയുന്ന വഴിയിലെ മുള്ളുകളോട് പോലും നന്ദി. രണ്ടുപേരും ചൊല്ലാമോ കവിത? രണ്ടുപേരും ആ കവിത എന്ന് ചൊല്ലാൻ. എൻ്റെ വഴിയിലെ വെയിലിന് നന്ദി, എൻ്റെ വഴിയിലെ തണലിന് നന്ദി എന്നാണ് അതിൻ്റെ തുടക്കം. എൻ്റെ വഴിയിലെ പോയി തണൽ കൊമ്പിലെ കൊച്ചു കുയിലിന് നന്ദി എന്ന് പറയുന്ന ഒരു കവിത. അത് ഭൂമിയോട് നന്ദി പറയുകയാണ്, പ്രകൃതിയോട് നന്ദി പറയുകയാണ്, വഴിയിലെ മുള്ളിനോട് പോലും നന്ദിയാണ്, വഴിയിലെ കാട്ടുപൂക്കളോട് നന്ദി, എല്ലാം ഈ വെയിലിനും ഈ തണലിനും ഈ മരത്തിലെ കിളിപ്പാട്ടിനും വഴിക്കിണറിലെ ഇത്തിരി തണുത്ത വെള്ളത്തിനും എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു കവിതയാണത്. ഒരു കവി എന്നുള്ള നിലയിൽ ടീച്ചർ തൃപ്തയാണോ? തൃപ്തി എന്നൊരു കവിതയ്ക്ക് എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുക? എത്രയോ ഇനി പറയാനുണ്ട്, എഴുതാനുണ്ട്, പാടാനുണ്ട്. പിന്നെ കാലം എന്ന് പറയുന്നത് അതിശക്തമായ ഒരു വിധി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. മതി എന്ന് പറയുമ്പോൾ നിർത്തി. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, ആവുന്നതൊക്കെ ചെയ്തു എന്ന് മാത്രം. സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.